എല്ലാ സുഹൃത്തുക്കൾക്കും ഉസ്താദ് യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 2019 ജൂണിൽ നടന്ന കേട്ടറ്റ് കാറ്റഗറി 4 പാർട്ട് 1 സൈക്കോളജിയാണ്. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് പറയട്ടെ, നിങ്ങൾ ഇതുവരെ ഈ ഉസ്താദ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി മറക്കാതെ പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നോട്ടിഫിക്കേഷനായി ഉടനടി നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഒന്നാമത്തെ ചോദ്യം, പക്വനം സംബന്ധിച്ച് നിർണായക ഘടകം ഏതാണ്? പക്വനം സംബന്ധിച്ച് നിർണായക ഘടകം ഏത്? Which is the determining factor in maturation? A. പാരമ്പര്യം, heredity. B. കുടുംബാന്തരീക്ഷം, family environment. C. മതം, religion. D. സാംസ്കാരിക പശ്ചാത്തലം അഥവാ കൾച്ചറൽ കോണ്ടെക്സ്റ്റ്. എ ആണ് ഉത്തരം, പാരമ്പര്യം. പക്വനം സംബന്ധിച്ച് നിർണായക ഘടകം പാരമ്പര്യമാണ്. എ ആണ് ഉത്തരം. രണ്ടാമത്തെ ചോദ്യം, ഡിസ്ലെക്സിയ എന്ന പദം അർത്ഥമാക്കുന്നത്? ഡിസ്ലെക്സിയ എന്ന പദം അർത്ഥമാക്കുന്നത് The term dyslexia means A. വായനാ വൈകല്യം അഥവാ റീഡിംഗ് ഡിസാബിലിറ്റി. ബി. ലേഖന വൈകല്യം അഥവാ റൈറ്റിംഗ് ഡിസാബിലിറ്റി. സി. ഗണിതപരമായ വൈകല്യം അഥവാ അരിത്തമെറ്റിക് ഡിസാബിലിറ്റി. ഡി. ചലനപരമായ വൈകല്യം അഥവാ മോട്ടോർ ഡിസാബിലിറ്റി. എ ആണ് ഉത്തരം, വായനാ വൈകല്യം അഥവാ റീഡിംഗ് ഡിസാബിലിറ്റി. ഡിസ്ലെക്സിയ എന്ന പദം അർത്ഥമാക്കുന്നത് വായനാ വൈകല്യത്തെയാണ് അഥവാ റീഡിംഗ് ഡിസാബിലിറ്റിയാണ്. എ ആണ് ഉത്തരം. മൂന്നാമത്തെ ചോദ്യം, ബഹു ഇന്ദ്രിയ സമീപനം അഥവാ മൾട്ടി സെൻസറി അപ്രോച്ച് ഏറ്റവും അനുയോജ്യമായത്? ബഹു ഇന്ദ്രിയ സമീപനം അഥവാ മൾട്ടി സെൻസറി അപ്രോച്ച് ഏറ്റവും അനുയോജ്യമായത്? മൾട്ടി സെൻസറി അപ്രോച്ച് വിൽ ബി മോസ്റ്റ്ലി സ്യൂട്ടഡ് ടു എ. കാഴ്ച ദുർബലമായവർക്ക്, വിഷ്വലി ഇംപയർഡ്. ബി. കേൾവി ദുർബലമായവർക്ക്, ഹിയറിംഗ് ഇംപയർഡ്. സി. പഠന വൈകല്യമുള്ളവർക്ക്, ലേണിംഗ് ഡിസാബിൾഡ്. ഡി. മാനസിക വെല്ലുവിളി നേരിടുന്നവർക്ക്, മെന്റലി ചലഞ്ച്ഡ്. സി ആണ് ഉത്തരം, പഠന വൈകല്യമുള്ളവർക്ക്, ലേണിംഗ് ഡിസാബിൾഡ്. ബഹു ഇന്ദ്രിയ സമീപനം അഥവാ മൾട്ടി സെൻസറി അപ്രോച്ച് ഏറ്റവും അനുയോജ്യമായത് പഠന വൈകല്യമുള്ളവർക്ക് അഥവാ ലേണിംഗ് ഡിസാബിൾഡിനാണ്. സി ആണ് ഉത്തരം. നാലാമത്തെ ചോദ്യം, ഭാഷാർജനം സംബന്ധിച്ച് ജീവശാസ്ത്രപരമായ അടിസ്ഥാനത്തിന് ഊന്നൽ നൽകിയത് ആര്? ഭാഷാർജനം സംബന്ധിച്ച് ജീവശാസ്ത്രപരമായ അടിസ്ഥാനത്തിന് ഊന്നൽ നൽകിയത് ആരാണ്? Who emphasized the biological basis of language acquisition? A. നോം ചോംസ്കി. B. B.F. സ്കിന്നർ. C. എറിക് എറിക്സൺ. D. ഐവാൻ പി പാവ്ലോവ്. എ ആണ് ഉത്തരം, നോം ചോംസ്കി. ഭാഷാർജനം സംബന്ധിച്ച് ജീവശാസ്ത്രപരമായ അടിസ്ഥാനത്തിന് ഊന്നൽ നൽകിയത് നോം ചോംസ്കിയാണ്. എ ആണ് ഉത്തരം. അഞ്ചാമത്തെ ചോദ്യം, ഏത് വിഭാഗം കുട്ടികൾക്കാണ് ബ്രെയിലി സമ്പ്രദായം പഠനാവശ്യത്തിനായി വേണ്ടത്? ഏത് വിഭാഗം കുട്ടികൾക്കാണ് ബ്രെയിലി സമ്പ്രദായം പഠനാവശ്യത്തിനായി വേണ്ടത്? വിച്ച് ഗ്രൂപ്പ് ഓഫ് ചിൽഡ്രൻ നീഡ്സ് ബ്രെയിലി സിസ്റ്റം ഫോർ ദെയർ ലേണിംഗ്? എ. കേൾവി ദുർബലമായവർക്ക്, ഹിയറിംഗ് ഇംപയർഡ്. ബി. കാഴ്ച ദുർബലമായവർക്ക്, വിഷ്വലി ഇംപയർഡ്. സി. പഠന വൈകല്യമുള്ളവർക്ക്, ലേണിംഗ് ഡിസാബിൾഡ്. ഡി. മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർക്ക്, മെന്റലി റിട്ടാർഡഡ്. ബി ആണ് ഉത്തരം, കാഴ്ച ദുർബലമായവർക്ക്, വിഷ്വലി ഇംപയർഡ്. കാഴ്ച ദുർബലമായവർക്കാണ് ബ്രെയിലി സമ്പ്രദായം പഠനാവശ്യത്തിനായി വേണ്ടത്. ബി ആണ് ഉത്തരം. ആറാമത്തെ ചോദ്യം, ആരുടെ പേരാണ് നേട്ട അഭിപ്രേരണയുമായി അഥവാ അച്ചീവ്മെന്റ് മോട്ടിവേഷനുമായി ബന്ധമുള്ളത്? ആരുടെ പേരാണ്
നേട്ട അഭിപ്രേരണയുമായി അഥവാ അച്ചീവ്മെന്റ് മോട്ടിവേഷനുമായി ബന്ധമുള്ളത്? ഹൂസ് നെയിം ഈസ് അസോസിയേറ്റഡ് വിത്ത് അച്ചീവ്മെന്റ് മോട്ടിവേഷൻ? മാക്ലെലൻഡ്, ഗിൽഫോർഡ്, ഗാർഡ്നർ, സ്കിന്നർ. എ ആണ് ഉത്തരം, മാക്ലെലൻഡ്. മാക്ലെലൻഡ് ആണ് നേട്ട അഭിപ്രേരണയുമായിട്ട് ബന്ധമുള്ള വ്യക്തി. എ ആണ് ഉത്തരം. ഏഴാമത്തെ ചോദ്യം, സർഗാത്മകതയുടെ സവിശേഷത അല്ലാത്തതേത്? സർഗാത്മകതയുടെ സവിശേഷത അല്ലാത്തത് ഏത്? വിച്ച് ഈസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ക്രിയേറ്റിവിറ്റി? എ ഒഴുക്ക് അഥവാ ഫ്ലുവൻസി, ബി അയവ് അഥവാ ഫ്ലെക്സിബിലിറ്റി, സി തനിമ അഥവാ ഒറിജിനാലിറ്റി, ഡി വസ്തുനിഷ്ഠത അഥവാ ഒബ്ജക്റ്റിവിറ്റി. ഡി ആണ് ഉത്തരം, വസ്തുനിഷ്ഠത. വസ്തുനിഷ്ഠത അഥവാ ഒബ്ജക്റ്റിവിറ്റി സർഗാത്മകതയുടെ സവിശേഷത അല്ല. ഒഴുക്ക്, അയവ്, തനിമ, ഫ്ലുവൻസി, ഫ്ലെക്സിബിലിറ്റി, ഒറിജിനാലിറ്റി ഇവയൊക്കെ ക്രിയേറ്റിവിറ്റിയുടെ അഥവാ സർഗാത്മകതയുടെ സവിശേഷതകളാണ്. എട്ടാമത്തെ ചോദ്യം, ആഗമന രീതിയിലുള്ള ബോധനം എന്നത് ടീച്ചിങ് ത്രൂ ഇൻഡക്റ്റീവ് മെത്തേഡ് ഈസ് എ പ്രയാസമില്ലാത്തതിൽ നിന്നും ദുഷ്കരമായതിലേക്ക്, ഫ്രം ഈസി ടു ഡിഫിക്കൽട്ട്, ബി സൂക്ഷ്മത്തിൽ നിന്നും സ്ഥൂലത്തിലേക്ക്, ഫ്രം സ്പെസിഫിക് ടു ജനറൽ, സി സ്ഥൂലത്തിൽ നിന്നും സൂക്ഷ്മത്തിലേക്ക്, ഫ്രം ജനറൽ ടു സ്പെസിഫിക്, ഡി പ്രക്രിയയിൽ നിന്നും ഉൽപ്പന്നത്തിലേക്ക്, ഫ്രം പ്രോസസ് ടു പ്രൊഡക്റ്റ്. ബി ആണ് ഉത്തരം, സൂക്ഷ്മത്തിൽ നിന്നും സ്ഥൂലത്തിലേക്ക്, ഫ്രം സ്പെസിഫിക് ടു ജനറൽ. ആഗമന രീതിയിലുള്ള ബോധനം എന്നത് സൂക്ഷ്മത്തിൽ നിന്നും സ്ഥൂലത്തിലേക്കുള്ളതാണ്. ടീച്ചിങ് ത്രൂ ഇൻഡക്റ്റീവ് മെത്തേഡ് ഈസ് ഫ്രം സ്പെസിഫിക് ടു ജനറൽ. ബി ആണ് ഉത്തരം. ഒമ്പതാമത്തെ ചോദ്യം, നിരീക്ഷിക്കാവുന്ന പെരുമാറ്റങ്ങൾ അല്ലെങ്കിൽ വ്യവഹാരങ്ങൾ ആയിരിക്കണം മനഃശാസ്ത്രത്തിന്റെ പഠന വിഷയം എന്നത് ആരുടെ സങ്കല്പമാണ്? നിരീക്ഷിക്കാവുന്ന പെരുമാറ്റങ്ങൾ അല്ലെങ്കിൽ വ്യവഹാരങ്ങൾ ആയിരിക്കണം മനഃശാസ്ത്രത്തിന്റെ പഠന വിഷയം എന്നത് ആരുടെ സങ്കല്പമാണ്? സൈക്കോളജി ഷുഡ് സ്റ്റഡി ഒബ്സർവബിൾ ബിഹേവിയർ ഈസ് ആൻ അസംഷൻ ഓഫ് എ വ്യവഹാരവാദത്തിന്റെ അഥവാ ബിഹേവിയറിസം, ബി മാനവികതാവാദത്തിന്റെ അഥവാ ഹ്യൂമാനിസം, സി ജ്ഞാതൃവാദത്തിന്റെ അഥവാ കൊഗ്നിറ്റീവിസം, ഡി മനോവിശ്ലേഷണവാദത്തിന്റെ അഥവാ സൈക്കോ അനാലിസിസ്. എ ആണ് ഉത്തരം, വ്യവഹാരവാദത്തിന്റെ അഥവാ ബിഹേവിയറിസം. എ ആണ് ഉത്തരം. നിരീക്ഷിക്കാവുന്ന പെരുമാറ്റങ്ങളെ ആണ് മനഃശാസ്ത്ര പഠന വിഷയമാക്കേണ്ടത് എന്നത് വ്യവഹാരവാദത്തിന്റെ അഥവാ ബിഹേവിയറിസത്തിന്റെ സങ്കല്പമാണ്. പത്താമത്തെ ചോദ്യം, സ്റ്റിമുലസ് ഡിസ്ക്രിമിനേഷൻ, സ്റ്റിമുലസ് ജനറലൈസേഷൻ എന്നിവ ബന്ധപ്പെട്ടിരിക്കുന്നത് സ്റ്റിമുലസ് ഡിസ്ക്രിമിനേഷൻ, സ്റ്റിമുലസ് ജനറലൈസേഷൻ എന്നിവ ബന്ധപ്പെട്ടിരിക്കുന്നത് സ്റ്റിമുലസ് ഡിസ്ക്രിമിനേഷൻ ആൻഡ് ജനറലൈസേഷൻ ആർ റിലേറ്റഡ് ടു എ അനുബന്ധനവുമായി അഥവാ കണ്ടീഷനിങ്, ബി ഉൾക്കാഴ്ച പഠനവുമായി അഥവാ ഇൻസൈറ്റ് ലേണിംഗ്, സി അന്തർജ്ഞാന പഠനവുമായി ഇൻഡ്യൂറ്റീവ് ലേണിംഗ്, ഡി ജ്ഞാനാർജന പഠനവുമായി കൺസ്ട്രക്റ്റീവിസ്റ്റ് ലേണിംഗ്. എ ആണ് ഉത്തരം, അനുബന്ധനവുമായി അഥവാ കണ്ടീഷനിങ്ങുമായിട്ടാണ് ഇവക്ക് ബന്ധം. സ്റ്റിമുലസ് ഡിസ്ക്രിമിനേഷൻ, സ്റ്റിമുലസ് ജനറലൈസേഷൻ എന്നിവയെല്ലാം ബന്ധപ്പെട്ടിരിക്കുന്നത് അനുബന്ധനവുമായിട്ടാണ് അഥവാ കണ്ടീഷനിങ്ങുമായിട്ടാണ്. എ ആണ് ഉത്തരം. 11ാമത്തെ ചോദ്യം, ബ്രിഡ്ജസ് ചാർട്ട് ചിത്രീകരിക്കുന്നത് ബ്രിഡ്ജസ് ചാർട്ട് ഡെപിക്ട്സ് എ കുട്ടികളിലെ വൈജ്ഞാനിക വികാസം, കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഓഫ് ചിൽഡ്രൻ, ബി കുട്ടികളിലെ ധാർമ്മിക വികാസം, മോറൽ ഡെവലപ്മെന്റ് ഓഫ് ചിൽഡ്രൻ, സി കുട്ടികളിലെ വൈകാരിക വികാസം, ഇമോഷണൽ ഡെവലപ്മെന്റ് ഓഫ് ചിൽഡ്രൻ, കുട്ടികളിലെ ശാരീരിക വികാസം, ഫിസിക്കൽ ഡെവലപ്മെന്റ് ഓഫ് ചിൽഡ്രൻ. കാതറിൻ ബ്രിഡ്ജസ് തയ്യാറാക്കിയ ചാർട്ട് എന്തിനെ കുറിച്ചാണ് എന്നാണ് ചോദ്യം. സി ആണ് ഉത്തരം, കുട്ടികളിലെ വൈകാരിക വികാസം, ഇമോഷണൽ ഡെവലപ്മെന്റ് ഓഫ് ചിൽഡ്രൻ. കുട്ടികളുടെ വൈകാരിക വികാസത്തെ കുറിച്ചാണ്
കാതറിൻ ബ്രിഡ്ജസ് തയ്യാറാക്കിയ ചാർട്ടിലുള്ളത്. 12ാമത്തെ ചോദ്യം, സാമൂഹികവൽക്കരണത്തിന്റെ അഥവാ സാമൂഹീകരണത്തിന്റെ ഔപചാരിക ഏജൻസി ഏതാണ്? സാമൂഹ്യവൽക്കരണത്തിന്റെ അല്ലെങ്കിൽ സാമൂഹീകരണത്തിന്റെ ഔപചാരിക ഏജൻസി ഏതാണ്? വിച്ച് ഈസ് എ ഫോർമൽ ഏജൻസി ഓഫ് സോഷ്യലൈസേഷൻ? എ കുടുംബം അഥവാ ഫാമിലി, ബി സമസംഘം അഥവാ പിയർ ഗ്രൂപ്പ്, സി സ്കൂൾ, ഡി മാധ്യമങ്ങൾ അഥവാ മീഡിയ. സി ആണ് ഉത്തരം, സ്കൂൾ. സാമൂഹ്യവൽക്കരണത്തിന്റെ അഥവാ സാമൂഹീകരണത്തിന്റെ ഔപചാരിക ഏജൻസിയാണ് സ്കൂൾ. സി ആണ് ഉത്തരം. 13ാമത്തെ ചോദ്യം, ബുദ്ധിയെ സംബന്ധിച്ച ത്രിഘടക സിദ്ധാന്തം അഥവാ ട്രയാർക്കിക് തിയറി ആവിഷ്കരിച്ചത് ആരാണ്? ബുദ്ധിയെ സംബന്ധിച്ച ത്രിഘടക സിദ്ധാന്തം അഥവാ ട്രയാർക്കിക് തിയറി ആവിഷ്കരിച്ചത് ആരാണ്? ഹു പ്രപ്പോസ്ഡ് ദ ട്രയാർക്കിക് തിയറി ഓഫ് ഇന്റലിജൻസ്? ഗിൽഫോർഡ്, ഗാർട്ട്നർ, ബിനെ, സ്റ്റേൺബർഗ്. ഡി ആണ് ഉത്തരം, സ്റ്റേൺബർഗ് ആണ്. സ്റ്റേൺബർഗ് ആണ് ബുദ്ധിയെ സംബന്ധിച്ച ത്രിഘടക സിദ്ധാന്തം അഥവാ ട്രയാർക്കിക് തിയറി ആവിഷ്കരിച്ചത്. ഡി ആണ് ഉത്തരം, സ്റ്റേൺബർഗ്. 14ാമത്തെ ചോദ്യം, 12നും 18നും ഇടയിൽ പ്രായപരിധിയുള്ളവരെ വിളിക്കാവുന്നത്? 12നും 18നും ഇടയിൽ പ്രായപരിധിയുള്ളവരെ വിളിക്കാവുന്നത് the age group of 12 to 18 years can be termed as a പ്രായപൂർത്തിയായവർ അഥവാ അഡൽട്ട്ഹുഡ്, ബി കൗമാരപ്രായക്കാർ അഥവാ അഡോളസെൻസ്, സി മധ്യവയസ്കർ അഥവാ മിഡിൽ ഏജ്, ഡി കുട്ടിക്കാലം അഥവാ ചൈൽഡ്ഹുഡ്. ബി ആണ് ഉത്തരം, കൗമാരപ്രായക്കാർ. 12നും 18നും ഇടയിൽ പ്രായപരിധിയുള്ളവരെ വിളിക്കാവുന്നത് കൗമാരപ്രായക്കാർ അഥവാ അഡോളസെൻസ് എന്നാണ്. ബി ആണ് ഉത്തരം. 15ാമത്തെ ചോദ്യം, വൈഗോട്സ്കിയുടെ വിദ്യാഭ്യാസ കാഴ്ചപ്പാടുകളുമായി നേരിട്ട് ബന്ധമില്ലാത്തത് ഏത്? വൈഗോട്സ്കിയുടെ വിദ്യാഭ്യാസ കാഴ്ചപ്പാടുകളുമായി നേരിട്ട് ബന്ധമില്ലാത്തത് ഏത്? Which of the following is not directly related to Vygotskian views of education? A. അർത്ഥപൂർണമായ സ്വാംശീകരണ പഠനം, മീനിങ്ഫുൾ റിസപ്ഷൻ ഓഫ് ലേണിംഗ്, ബി പ്രതിക്രിയാധ്യാപനം, റെസിപ്രോക്കൽ ടീച്ചിങ്, സി സഹകരണാത്മക പഠനം, കോപ്പറേറ്റീവ് ലേണിംഗ്, ഡി സമീപസ്ഥ വികാസ മണ്ഡലം, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്. എ ആണ് ഉത്തരം, അർത്ഥപൂർണമായ സ്വാംശീകരണ പഠനം അഥവാ മീനിങ്ഫുൾ റിസപ്ഷൻ ലേണിംഗ്. ഇത് വൈഗോട്സ്കിയുടെ വിദ്യാഭ്യാസ കാഴ്ചപ്പാടുകളുമായി നേരിട്ട് ബന്ധമില്ലാത്തവയാണ്. എ ആണ് ഉത്തരം. പ്രതിക്രിയാധ്യാപനം അഥവാ റെസിപ്രോക്കൽ ടീച്ചിങ്, സഹകരണാത്മക പഠനം അഥവാ കോപ്പറേറ്റീവ് ലേണിംഗ്, സമീപസ്ഥ വികാസ മണ്ഡലം, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് ഇവയൊക്കെ വൈഗോട്സ്കിയുമായി ബന്ധമുള്ളവയാണ്. ബന്ധമില്ലാത്തത് എ മാത്രമാണ്, അർത്ഥപൂർണമായ സ്വാംശീകരണ പഠനം, മീനിങ്ഫുൾ റിസപ്ഷൻ ലേണിംഗ്. 16ാമത്തെ ചോദ്യം, താഴെ പറയുന്നവരിൽ ആരാണ് അഭിപ്രേരണാ സിദ്ധാന്തം ഉന്നയിച്ചത്? താഴെ പറയുന്നവരിൽ ആരാണ് അഭിപ്രേരണാ സിദ്ധാന്തം ഉന്നയിച്ചത്? Who among the following advocated a theory of motivation? Jerome S. Bruner, Kohlberg, Sternberg, അബ്രഹാം മാസ്ലോ. ഡി ആണ് ഉത്തരം, അബ്രഹാം മാസ്ലോ. ഇവരുടെ കൂട്ടത്തിൽ അബ്രഹാം മാസ്ലോ ആണ് അഭിപ്രേരണാ സിദ്ധാന്തം ഉന്നയിച്ചത്. ഡി ആണ് ഉത്തരം. 17ാമത്തെ ചോദ്യം, വ്യക്തിത്വം സംബന്ധിച്ച ട്രെയ്റ്റ് അഥവാ സവിശേഷകത്വം സമീപനം ആരുടേതാണ്? വ്യക്തിത്വം സംബന്ധിച്ച ട്രെയ്റ്റ് അഥവാ സവിശേഷകത്വം സമീപനം ആരുടേതാണ്? ഹൂസ് കോൺട്രിബ്യൂഷൻ ഈസ് ദ ട്രെയ്റ്റ് അപ്രോച്ച് ടു പേഴ്സണാലിറ്റി? എ ഫ്രോയിഡ്, ബി മാസ്ലോ, സി ആൾപോർട്ട്, ഡി പിയാഷെ. സി ആണ് ഉത്തരം, ആൾപോർട്ട്. ആൾപോർട്ട് ആണ് ട്രെയ്റ്റ് അപ്രോച്ച് മുന്നോട്ട് വെച്ചത്.
സി ആണ് ഉത്തരം. 18ാമത്തെ ചോദ്യം, തുടർ മൂല്യനിർണയത്തിന് അനുയോജ്യമല്ലാത്തത് ഏതാണ്? തുടർ മൂല്യനിർണയത്തിന് അനുയോജ്യമല്ലാത്തത് ഏത്? എ, ബോധന സമയത്ത് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ബി, ക്ലാസ് ടെസ്റ്റുകൾ നടത്തുന്നത്. സി, വാർഷിക പരീക്ഷകൾ നടത്തുന്നത്. ഡി, പോർട്ട്ഫോളിയോ വിലയിരുത്തുന്നത്. ഇതിൽ തുടർ മൂല്യനിർണയത്തിന് അനുയോജ്യമല്ലാത്തത് ഏതാണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ ഫോർമേറ്റീവ് ഇവാലുവേഷൻ എന്നാണ് ചോദ്യം. സി ആണ് ഉത്തരം. വാർഷിക പരീക്ഷകൾ നടത്തുന്നത്, കണ്ടക്ടിങ് ആനുവൽ എക്സാമിനേഷൻ, അതാണ് തുടർ മൂല്യനിർണയത്തിന് അനുയോജ്യമല്ലാത്തത്. ബോധന സമയത്ത് ചോദ്യങ്ങൾ ചോദിക്കുന്നതും അഥവാ പഠിപ്പിക്കുന്ന സമയത്ത് ചോദ്യങ്ങൾ ചോദിക്കുന്നത്, ക്ലാസ് ടെസ്റ്റുകൾ നടത്തുന്നത്, പോർട്ട്ഫോളിയോ വിലയിരുത്തുന്നത്, ഇതൊക്കെ തുടർ മൂല്യനിർണയത്തിന് അനുയോജ്യമായവയാണ്. അനുയോജ്യമല്ലാത്തത് വാർഷിക പരീക്ഷകൾ നടത്തുന്നതാണ്. സി ആണ് ഉത്തരം. 19ാമത്തെ ചോദ്യം, വൈകാരിക ബുദ്ധിക്ഷമതയുള്ള ഒരു വ്യക്തിയുടെ സവിശേഷത അല്ലാത്തത് ഏതാണ്? വൈകാരിക ബുദ്ധിക്ഷമതയുള്ള ഒരു വ്യക്തിയുടെ സവിശേഷത അല്ലാത്തത് ഏതാണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എൻ ഇമോഷണലി ഇന്റലിജന്റ് പേഴ്സൺ? എ, സ്വയം അറിയാനുള്ള കഴിവ്, സെൽഫ് അവയർനെസ്. ബി, സ്വയം നിയന്ത്രിക്കാനുള്ള കഴിവ്, സെൽഫ് റെഗുലേഷൻ. സി, അനുതാപം അഥവാ എംപതി. ഡി, സ്വയം ആക്രമണ സ്വഭാവം, സെൽഫ് അഗ്രഷൻ. ഡി ആണ് ഉത്തരം. സ്വയം ആക്രമണ സ്വഭാവം, സെൽഫ് അഗ്രഷൻ. വൈകാരിക ബുദ്ധിക്ഷമതയുള്ള ഒരു വ്യക്തിക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടാവില്ല. വൈകാരിക ബുദ്ധിക്ഷമത അഥവാ ഇമോഷണൽ ഇന്റലിജൻസ് ഉള്ള വ്യക്തി സ്വയം അറിയാനുള്ള കഴിവ് അയാൾക്കുണ്ടാകും, സെൽഫ് അവയർനെസ് ഉണ്ടാകും, സ്വയം നിയന്ത്രിക്കാനുള്ള കഴിവുണ്ടാകും, സെൽഫ് റെഗുലേഷൻ ഉണ്ടാകും, അനുതാപം അഥവാ എംപതി ഉണ്ടാകും. എന്നാൽ അയാൾക്ക് സ്വയം ആക്രമണ സ്വഭാവം, സെൽഫ് അഗ്രഷൻ ഉണ്ടായിരിക്കുകയില്ല. ഡി ആണ് ഈ ചോദ്യത്തിന് ഉത്തരം. 20ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളുടെ സവിശേഷത അല്ലാത്തത് ഏത്? താഴെ പറയുന്നവയിൽ മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളുടെ സവിശേഷത അല്ലാത്തത് ഏത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക് ഓഫ് മെന്റലി ചലഞ്ചഡ് ചിൽഡ്രൻ? എ, പൊരുത്തപ്പെടാനുള്ള പ്രയാസം, ഡിഫിക്കൽട്ടി ഇൻ അഡാപ്റ്റേഷൻ. ബി, ശരാശരിയിൽ ഉയർന്ന ബുദ്ധിശക്തി, എബവ് ആവറേജ് ഇന്റലിജൻസ്. സി, ശരാശരിയിൽ താഴ്ന്ന ബുദ്ധിശക്തി, ബിലോ ആവറേജ് ഇന്റലിജൻസ്. ഡി, താഴ്ന്ന അക്കാദമിക നിലവാരം, ലോ അക്കാദമിക് അച്ചീവ്മെന്റ്. ബി ആണ് ഉത്തരം. ശരാശരിയിൽ ഉയർന്ന ബുദ്ധിശക്തി, എബവ് ആവറേജ് ഇന്റലിജൻസ്. ഇത് താഴെ പറയുന്നവയിൽ മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളുടെ സവിശേഷത അല്ലാത്തത് ഉയർന്ന ബുദ്ധിശക്തിയാണ്. ശരാശരിയിൽ ഉയർന്ന ബുദ്ധിശക്തി ഇത്തരം കുട്ടികൾക്ക് ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ബി ആണ് ഉത്തരം. 21ാമത്തെ ചോദ്യം, തന്നിരിക്കുന്നവയിൽ ഏതാണ് സമായോജന തന്ത്രം? താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് സമായോജന തന്ത്രം? വിച്ച് ഈസ് എ ഡിഫൻസ് മെക്കാനിസം? സ്വീകരണം ഓർ സാംശീകരണം അഥവാ റിസപ്ഷൻ. ബി, സംവേദനം അഥവാ പെർസെപ്ഷൻ. സി, ദമനം അഥവാ റെപ്രഷൻ. ഡി, അടിച്ചമർത്തൽ അഥവാ സപ്രഷൻ. സി ആണ് ഉത്തരം. ദമനം അഥവാ റെപ്രഷൻ. ദമനം അഥവാ റെപ്രഷൻ ഒരു ഡിഫൻസ് മെക്കാനിസം അഥവാ ഒരു സമായോജന തന്ത്രമാണ്. സി ആണ് ഉത്തരം. 22ാമത്തെ ചോദ്യം, ഒരു പ്രൊജക്റ്റ് ചെയ്യുന്നതിന്റെ ആദ്യ ഘട്ടം the initial step in doing a project work is a, സങ്കൽപ്പനങ്ങളുടെ രൂപീകരണം അഥവാ ഫോർമുലേഷൻ ഓഫ് ഹൈപ്പോത്തിസിസ്. ബി, ദത്തശേഖരണം അഥവാ കളക്ഷൻ ഓഫ് ഡാറ്റ. സി, പ്രശ്നം കണ്ടെത്തൽ അഥവാ ഐഡന്റിഫിക്കേഷൻ ഓഫ് എ പ്രോബ്ലം. ഡി,
നിഗമനത്തിലെത്തൽ, റീച്ചിങ് എ കൺക്ലൂഷൻ. സി ആണ് ഉത്തരം, പ്രശ്നം കണ്ടെത്തൽ, ഐഡന്റിഫിക്കേഷൻ ഓഫ് എ പ്രോബ്ലം. ഒരു പ്രൊജക്ട് ചെയ്യുന്നതിന്റെ ആദ്യ ഘട്ടം അഥവാ അതിന്റെ ഇനീഷ്യൽ സ്റ്റെപ്പ് പ്രശ്നം കണ്ടെത്തലാണ്, അഥവാ ഐഡന്റിഫിക്കേഷൻ ഓഫ് എ പ്രോബ്ലം. സി ആണ് ഉത്തരം. 23ാമത്തെ ചോദ്യം. രണ്ട് ചരങ്ങൾ അഥവാ വേരിയബിൾസ് തമ്മിലുള്ള താൽക്കാലിക ബന്ധം സൂചിപ്പിക്കുന്ന പ്രസ്താവനയ്ക്ക് പറയാവുന്നത്. രണ്ട് ചരങ്ങൾ അഥവാ വേരിയബിൾസ് തമ്മിലുള്ള താൽക്കാലിക ബന്ധം സൂചിപ്പിക്കുന്ന പ്രസ്താവനയ്ക്ക് പറയാവുന്നത്. A tentative statement on the relationship between two variables can be called a സങ്കലനം, ഹൈപ്പോത്തിസിസ്, നിഗമനം, കൺക്ലൂഷൻ, കോറിലേഷൻ, ഊഹിച്ചെടുക്കൽ അഥവാ ഇൻഫറൻസ്. എ ആണ് ഉത്തരം, സങ്കലനം അഥവാ ഹൈപ്പോത്തിസിസ്. ഹൈപ്പോത്തിസിസ് എന്നാണ് അതിന് പറയുക. രണ്ട് ചരങ്ങൾ തമ്മിലുള്ള താൽക്കാലിക ബന്ധം സൂചിപ്പിക്കുന്ന പ്രസ്താവനക്ക് ഹൈപ്പോത്തിസിസ് എന്ന് പറയും. എ ആണ് ഉത്തരം. 24ാമത്തെ ചോദ്യം. വികാസ തത്വങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? വികാസ തത്വങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? വിച്ച് ഈസ് നോട്ട് എ ഡെവലപ്മെന്റൽ പ്രിൻസിപ്പിൾ. എ, വികാസം ഒരു തുടർ പ്രക്രിയയാണ്. ഡെവലപ്മെന്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. ബി, വികാസം പ്രവചനീയമാണ്. ഡെവലപ്മെന്റ് ഫോളോസ് എ പ്രഡിക്റ്റബിൾ പാറ്റേൺ. സി, വികാസം സ്ഥൂലത്തിൽ നിന്ന് ആരംഭിച്ച് സൂക്ഷ്മത്തിലേക്ക് എന്ന ക്രമം പാലിക്കുന്നു. ഡെവലപ്മെന്റ് ഈസ് ഫ്രം ജനറൽ ടു സ്പെസിഫിക്. ഡി, വികാസത്തിൽ വ്യക്തി വ്യത്യാസങ്ങളില്ല. ദർ ഈസ് നോ ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഇൻ ദി റേറ്റ് ഓഫ് ഡെവലപ്മെന്റ്. ഡി ആണ് ഉത്തരം, വികാസത്തിൽ വ്യക്തി വ്യത്യാസങ്ങൾ ഇല്ല. ദർ ഈസ് നോ ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഇൻ ദി റേറ്റ് ഓഫ് ഡെവലപ്മെന്റ് എന്നത് ഒരു തെറ്റായ പ്രസ്താവനയാണ്. അപ്പൊ ഈ ചോദ്യത്തിന്റെ ഉത്തരം അതാണ്. വികാസ തത്വങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ് എന്നാണല്ലോ ചോദ്യം. വികാസ തത്വങ്ങളിൽ ഇത് ഉൾപ്പെടുകയില്ല. വികാസം ഇങ്ങനെയല്ല, വികാസത്തിൽ വ്യക്തി വ്യത്യാസങ്ങൾ ഉണ്ട്. വികാസം ഒരു തുടർ പ്രക്രിയയാണ്. വികാസം പ്രവചനീയമാണ്. വികാസം സ്ഥൂലത്തിൽ നിന്ന് ആരംഭിച്ച് സൂക്ഷ്മത്തിലേക്ക് അഥവാ ജനറൽ ടു സ്പെസിഫിക് എന്ന പാറ്റേണിലാണ് അത് നീങ്ങുന്നത് എന്നത് ശരിയാണ്. ശരിയല്ലാത്തത് ഡി മാത്രമാണ്. 25ാമത്തെ ചോദ്യം. ഒരമ്മ തന്റെ മകന്റെ ആവശ്യങ്ങൾ പരിഗണിക്കുകയും പൂർത്തീകരിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. അതേസമയം മകളുടെ ആവശ്യങ്ങളിൽ അലംഭാവവും അവഗണനയും കാണിക്കുന്നു. ഇവിടെ അമ്മയുടെ പെരുമാറ്റത്തെ പറയാവുന്നത്. ഒരമ്മ തന്റെ മകന്റെ ആവശ്യങ്ങൾ പരിഗണിക്കുകയും പൂർത്തീകരിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. അതേസമയം മകളുടെ ആവശ്യങ്ങളിൽ അലംഭാവവും അവഗണനയും കാണിക്കുന്നു. ഇവിടെ അമ്മയുടെ പെരുമാറ്റത്തെ പറയാവുന്നത് ജെൻഡർ റോൾ. ബി, ലിംഗ സമത്വം അഥവാ ജെൻഡർ ഈക്വാലിറ്റി. സി, ലിംഗ വിവേചനം അഥവാ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ. ഡി, ജെൻഡർ സെൻസിറ്റിവിറ്റി. സി ആണ് ഉത്തരം, ലിംഗ വിവേചനം അഥവാ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ. സി ആണ് ഉത്തരം, ലിംഗ വിവേചനം അഥവാ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ. 26ാമത്തെ ചോദ്യം. പഠനത്തെയും പരിപക്വനത്തെയും സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏത്? പഠനത്തെയും പരിപക്വനത്തെയും സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏത്? Which of the statements is correct regarding learning and maturation? എ, പഠനം പരിപക്വനത്തിന് മുന്നുപാധിയാണ് അഥവാ ലേണിംഗ് ഈസ് പ്രീ കണ്ടീഷൻ ഫോർ മെച്ചുറേഷൻ. ബി, പരിപക്വനം പഠനത്തിന് അനിവാര്യമാണ്. മെച്ചുറേഷൻ ഈസ് പ്രീ കണ്ടീഷൻ ഫോർ ലേണിംഗ്. സി, പഠനവും പരിപക്വനവും വൈരുദ്ധ്യമുള്ളവയാണ്. ലേണിംഗ് ആൻഡ് മെച്ചുറേഷൻ ആർ കോൺട്രാഡിക്ടറി. ഡി, പഠനവും പരിപക്വനവും ബന്ധമില്ലാത്തവയാണ്. ലേണിംഗ് ആൻഡ് മെച്ചുറേഷൻ ആർ അൺറിലേറ്റഡ്. ബി ആണ് ഉത്തരം, പരിപക്വനം പഠനത്തിന് അനിവാര്യമാണ്. മെച്ചുറേഷൻ ഈസ് പ്രീ കണ്ടീഷൻ ഫോർ ലേണിംഗ്. പരിപക്വനം പഠനത്തിന് അനിവാര്യമാണ്. പഠനം ഭംഗിയായി നടക്കണമെങ്കിൽ പരിപക്വനം വേണം. അതിന് നേർ ഓപ്പോസിറ്റ് ആണ് എ നൽകിയിരിക്കുന്നത്.
പഠനം പരിപക്വനത്തിന് മുന്നോപാധിയാണ് എന്ന്. അതല്ല, അത് തെറ്റാണ്. പരിപക്വനം പഠനത്തിന് അനിവാര്യമാണ്. മെച്ചുറേഷൻ ഈസ് പ്രീ കണ്ടീഷൻ ഫോർ ലേണിംഗ്. ബി ആണ് ഉത്തരം. 27ാമത്തെ ചോദ്യം. ഒരു വിദ്യാർത്ഥിയുടെ ജീവിതത്തിലെ ചില പ്രത്യേകതകളോ സംഭവങ്ങളോ വിശദീകരിക്കുന്ന അധ്യാപകന്റെ കുറിപ്പ്. ഒരു വിദ്യാർത്ഥിയുടെ ജീവിതത്തിലെ ചില പ്രത്യേകതകളോ സംഭവങ്ങളോ വിശദീകരിക്കുന്ന അധ്യാപകന്റെ കുറിപ്പ്. എ നോട്ട് ബൈ എ ടീച്ചർ വിച്ച് റിവീൽസ് certain incidents in the life of a student. എ സഞ്ചിത രേഖ അഥവാ ക്യുമുലേറ്റീവ് റെക്കോർഡ്. ബി സംഭവ വിവരണ രേഖ അനക്ഡോട്ടൽ റെക്കോർഡ്. സി റേറ്റിംഗ് സ്കെയിൽ. ഡി ചെക്ക് ലിസ്റ്റ്. ബി ആണ് ഉത്തരം. സംഭവ വിവരണ രേഖ അനക്ഡോട്ടൽ റെക്കോർഡ്. ഒരു വിദ്യാർത്ഥിയുടെ ജീവിതത്തിലെ ചില പ്രത്യേകതകളോ സംഭവങ്ങളോ വിശദീകരിക്കുന്ന അധ്യാപകന്റെ കുറിപ്പിനെ സംഭവ വിവരണ രേഖ അനക്ഡോട്ടൽ റെക്കോർഡ് എന്നാണ് പറയുക. 28ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ പുരോഗമന വിദ്യാഭ്യാസത്തിന്റെ സവിശേഷത ഏത്? താഴെ പറയുന്നവയിൽ പുരോഗമന വിദ്യാഭ്യാസത്തിന്റെ സവിശേഷത ഏത്? Which of the following is a characteristic of progressive education? എ അധ്യാപിക കേന്ദ്രിതം ടീച്ചർ സെന്റേർഡ്നെസ്. ബി ജനാധിപത്യ മൂല്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നത് എംഫസിസ് ഓൺ ഡെമോക്രാറ്റിക് വാല്യൂസ്. സി ഉൽപ്പന്നാധിഷ്ഠിത ബോധനം പ്രൊഡക്റ്റ് ഓറിയന്റഡ് ടീച്ചിങ്. ഡി മുതലാളിത്ത മൂല്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നത് എംഫസൈസ് ഓൺ ക്യാപിറ്റലിസ്റ്റ് വാല്യൂസ്. ബി ആണ് ഉത്തരം. ജനാധിപത്യ മൂല്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നത് എംഫസിസ് ഓൺ ഡെമോക്രാറ്റിക് വാല്യൂസ്. പുരോഗമന വിദ്യാഭ്യാസത്തിന്റെ ഒരു സവിശേഷതയാണ് അത് ജനാധിപത്യ മൂല്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നു എന്നത്. ബി ആണ് ഉത്തരം. 29ാമത്തെ ചോദ്യം. താഴെ തന്നിരിക്കുന്നവയിൽ പ്രാഥമിക അഭിപ്രേരകം ഏതാണ്? താഴെ തന്നിരിക്കുന്നവയിൽ പ്രാഥമിക അഭിപ്രേരകം ഏത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ പ്രൈമറി റീഇൻഫോഴ്സർ? പണം അഥവാ മണി, ആഹാരം ഫുഡ്, സർട്ടിഫിക്കറ്റ് കയ്യടി അഥവാ അപ്ലോസ്. ബി ആണ് ഉത്തരം. ആഹാരം. ആഹാരം ഒരു പ്രാഥമിക അഭിപ്രേരകമാണ്, പ്രൈമറി റീഇൻഫോഴ്സർ ആണ്. ബി ആണ് ഉത്തരം. ആഹാരം. 30ാമത്തെ ചോദ്യം. തന്നിരിക്കുന്നവയിൽ വ്യവഹാരവാദി അല്ലാത്തതാര്? തന്നിരിക്കുന്നവയിൽ വ്യവഹാരവാദി അല്ലാത്തതാര്? ഹു ഈസ് നോട്ട് എ ബിഹേവിയറിസ്റ്റ്? ഐവാൻ പി പാവ്ലോവ്, ബി എഫ് സ്കിന്നർ, ജെ ബി വാട്സൺ, കർട്ട് ലെവിൻ. ഡി ആണ് ഉത്തരം. കർട്ട് ലെവിൻ. അദ്ദേഹം ഒരു ബിഹേവിയറിസ്റ്റ് അല്ല. മറ്റ് 3 പേരും ബിഹേവിയറിസ്റ്റുകളാണ്. ഐവാൻ പി പാവ്ലോവ്, ബി എഫ് സ്കിന്നർ, ജെ ബി വാട്സൺ. ഈ 3 പേരും ബിഹേവിയറിസ്റ്റുകളാണ്. എന്നാൽ കർട്ട് ലെവിൻ ഒരു ബിഹേവിയറിസ്റ്റ് അഥവാ വ്യവഹാരവാദി അല്ല.